ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും ലോകത്തിലെ ഏറ്റവും പൗരാണിക ശാസ്ത്രങ്ങളിലൊന്നാണ് ജ്യോതിഷം. പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലെ വിവിധ തലങ്ങളെ വെളിപ്പെടുത്തുന്ന ആധികാരിക ശാസ്ത്രമാണിത്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും സ്വാധീനിക്കുന്നു എന്നതാണ് വളരെ പൊതുവായി പറഞ്ഞാൽ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം. മനുഷ്യജീവിതത്തിലെ സമസ്ത മേഖലകളിലും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം സ്വാധീനിക്കുന്നു എന്നുള്ള സങ്കല്പമല്ല, പൊതുവായി പറഞ്ഞാൽ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, അതിൻ്റെ ഭൗതികമായ ഘടന, ഗ്രഹങ്ങളുടെ സഞ്ചാരം, അവയുടെ കാന്തിക ഗുരുത്വാകർഷണ സ്വഭാവങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം. അസ്ട്രോണമി ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വമ്പിച്ച മുന്നേറ്റങ്ങൾ മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ചു. എഡ്മണ്ട് ഹബിൾ പ്രപഞ്ചം അനുനിമിഷം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കണ്ടെത്തി. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള മഹാവിസ്ഫോടന സിദ്ധാന്തം ബിഗ് ബാങ് തിയറി ജ്യോതിശാസ്ത്ര രംഗത്തെ വിപ്ലവകരമായ കണ്ടുപിടുത്തമായി. എന്നാൽ പ്രപഞ്ചത്തെക്കുറിച്ച് നാം എത്രയൊക്കെ കണ്ടെത്തലുകൾ നടത്തിയാലും അവയ്ക്ക് മനുഷ്യനുമായുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷണം നടത്താതിരിക്കുന്നിടത്തോളം കാലം ആ ശാസ്ത്രത്തെ ഒരു ഇൻറ്റിഗ്രൽ സയൻസ് എന്ന് പറയാൻ കഴിയില്ല. ജ്യോതിശാസ്ത്രം എത്രയേറെ വികസിച്ചാലും ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും ഭൂമിയിലും മനുഷ്യനിലുമുള്ള സ്വാധീനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ജ്യോതിഷം, അസ്ട്രോളജി കൂടിയില്ലെങ്കിൽ ജ്യോതിശാസ്ത്രം അപൂർണവും വരണ്ടതുമായി മാറുന്നു. അതുകൊണ്ട് തന്നെ ഫലഭാഗം വിശദീകരിക്കുന്ന ജ്യോതിഷത്തെ ഉൾക്കൊള്ളാത്ത ജ്യോതിശാസ്ത്രം ആത്മാവില്ലാത്ത ഒരു ശരീരം പോലെയാണ് എന്ന് പറയേണ്ടി വരുന്നു. പ്രശസ്ത അമേരിക്കൻ വേദപണ്ഡിതനായ ഡേവിഡ് ഫ്രോളി പറഞ്ഞ അർത്ഥസാന്ദ്രമായ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ്. We have turned the sacred powers of the cosmos into mere numbers and chemical reactions. Such an attitude does not show any real sensitivity to life. It is like reducing a human being to measurements of height and weight, or like looking at a great painting according to the chemistry of its pigments. The astrology of the seeds. നാം ആരെന്നും നമ്മുടെ സ്വത്വമെന്തെന്നും പ്രപഞ്ചവുമായുള്ള നമ്മുടെ ജൈവബന്ധമെന്തെന്നും വ്യക്തമാക്കുന്നതിന് ആധുനിക ശാസ്ത്രത്തിൻ്റെ സമീപനങ്ങൾ നമ്മെ സഹായിക്കുന്നില്ല. ഇവിടെയാണ് ഭാരതീയ ജ്യോതിഷത്തിൻ്റെ പ്രസക്തി. നമ്മുടെ ആചാര്യന്മാർ പ്രപഞ്ചഘടനയെക്കുറിച്ച് വളരെ സൂക്ഷ്മമായ അറിവുകൾ നേടിയിരുന്നു. അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായ തലങ്ങൾ, അവയ്ക്ക് പ്രപഞ്ച ശക്തിയുമായുള്ള ബന്ധം എന്നിവയും അവർക്ക് അന്വേഷണ വിഷയമായി. അങ്ങനെ ഭാരതീയ ജ്യോതിഷം മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന സമഗ്രവും മാനുഷികവുമായ ഒരു ശാസ്ത്രമായി മാറി. ഇതാണ് ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും
എന്തെന്ന് മനസ്സിലാക്കി തരുന്നത്. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു. നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ കാര്യങ്ങളാണ് ജ്യോതി ശാസ്ത്രപരമായും ജ്യോതിഷവും ആയിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്നത്. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു.